സോ ഇന്ന് നമ്മൾ ഒരു പ്രേതക്കഥയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് ആക്ച്വലി പ്രേതമൊക്കെ ഭയങ്കര പേടിയാണ്. ഈ കഥ കേട്ട് ഞാൻ പേടിക്കുകയും ചെയ്തായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. പറയാൻ മറന്നു, ഇന്ന് ഡേ 4. ഇന്ന് ഒരു പ്രേതക്കഥ പറയാം. കഥ നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു കോച്ചിങ് സെൻറ്ററിലാണ്. കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ ഈ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുമല്ലോ. അങ്ങനെ പഠിക്കുന്ന ശീലമുള്ള കുറേ പേരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ ഇങ്ങനെ രാത്രി ഇരുന്ന് സ്ഥിരം പഠിക്കുന്നയാളാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കില്ല. ഇവർ 2 പേരുണ്ട്. സോ അവർ 2 സ്ഥലത്തിരുന്നാണ് പഠിക്കുന്നത്. ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഒബ്വിയസ്ലി. എന്നിട്ട് ഇതിൽ ഒരാൾ ഇരിക്കുന്നത് സ്റ്റഡി റൂമിലും ഒരാൾ ഇരിക്കുന്നത് ടെറസിൻ്റെ അവിടെയാണ്. എന്നാൽ ഈ സ്റ്റഡി റൂമിൽ ഇരിക്കുന്ന ആൾ സ്ഥിരമായിട്ട് ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഇങ്ങനെ എന്തോ ഒരു ബീസ് ലൈക്ക് ശബ്ദം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ആദ്യം ഒന്നും പുള്ളി മിണ്ടിയില്ല. ലൈക്ക് ഒരു മെയിൽ ഇത് ഇനി ഞാൻ പ്രേതത്തിനെ കേട്ട് പേടിച്ചു അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി. ദിവസം കഴിയും തോറും ഈ ശബ്ദം അടുത്തോട്ട് വരുന്ന പോലെ തോന്നി. ലൈക്ക് മനസ്സിലായോ, അടുത്തോട്ട്. അപ്പം പുള്ളിയുടെ പേടി കൂടി. ഇനിയും പറഞ്ഞില്ലെങ്കിൽ പെടുമെന്ന് മനസ്സിലായി. അപ്പം പുള്ളി നമ്മുടെ മറ്റേ റൂംമേറ്റ് ചെറുക്കനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രി ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ടോ അതോ ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നില്ല, ഇനി ഞാനും ശ്രദ്ധിച്ചു നോക്കാം. ദിവസം വന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ ഞാനൊന്നും കേട്ടില്ലായിരുന്നു. അന്നേരം പിന്നെ ഇവന് പേടിയായി. ഓഹോ, അന്നേരം 2 പേരോടും തീരുമാനിച്ചു, ഇന്ന് തൊട്ട് ഒരുമിച്ച് പഠിക്കാമെന്ന് രാത്രി. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ അല്ലേ. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അന്ന് രാത്രി അവർ ഒരുമിച്ചിരുന്ന് പഠിച്ചു. ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കുക. എന്നത്തെയും പോലെ 12 മണി കഴിഞ്ഞു. അന്നേരം ആ ശബ്ദം പിന്നെയും, പക്ഷെ ഭയങ്കര അടുത്ത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആ ശബ്ദം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പ്രേതമല്ല. എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ഇടും.